നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ ഗ്രിപ്പ് ഞെരിപ്പട. കേരള പോലീസ് ഇപ്പോഴാണ് ഒന്നുണർന്നത്. ആദ്യം ഓപ്പറേഷൻ തൂഫാൻ ആളിപ്പടർന്നതോടെ പോലീസിന് ആത്മവീര്യം വർദ്ധിച്ചു. പിന്നീടാണ് പോലീസിനെ ചോദ്യം ചെയ്തുകൊണ്ട് അർജുനായങ്കി എന്നൊരാൾ തലപൊക്കിയത്. പിന്നീട് മിന്നൽ പിണറായി കേരള പോലീസ് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. രമേശ് ചെന്നിത്തല നേരിട്ട് കളത്തിലിറങ്ങി. അർജുനായങ്കിയെ കേരള പോലീസ് തൂക്കിയെടുത്തപ്പോൾ വലിയ കയ്യടിയാണ് പോലീസിന് ലഭിച്ചത്. തൊട്ടുപിന്നാലെ ഓപ്പറേഷൻ ഗ്രിപ്പ്. ഇനി ഗുണ്ടകളെ സ്വൈര്യമായി വിഹരിക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം പോലീസ് നടത്തുന്നു. ജനങ്ങൾക്ക് വേണ്ടി പോലീസ് കളത്തിലിറങ്ങുമ്പോൾ ജനങ്ങളുടെ നിലയ്ക്കാത്ത കയ്യടി, അത് നമ്മൾ ഓപ്പറേഷൻ ഗ്രിപ്പിൽ കണ്ടു. ഇപ്പോഴിതാ 10,519 സ്ഥിരം കുറ്റവാളികൾ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലായി. സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ ശക്തമായ നിലപാടാണ് ഇപ്പോൾ പോലീസ് കൈക്കൊണ്ടിരിക്കുന്നത്. ക്രമസമാധാന വിഭാഗം ADGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഓപ്പറേഷൻ ഗ്രിപ്പ് ഓരോ ദിവസവും കൂടുതൽ ശക്തി ആർജിക്കുന്നു. P. വിജയൻ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്രമസമാധാന ചുമതലയുള്ള ADGPയായി മാറിയപ്പോൾ കേരളത്തിൽ വരുന്ന മാറ്റം, ഒപ്പം രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിക്ക് പൊൻതൂവൽ. ഓഗസ്റ്റ് 8-ാം തീയതി മുതൽ 20-ാം തീയതി വരെ 10,519 സാമൂഹ്യ വിരുദ്ധരെ തങ്ങൾ നിരീക്ഷണത്തിലാക്കി എന്ന് പോലീസ് പറയുന്നു. ക്രിമിനൽ സംഘങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചു. അക്രമ സംഭവങ്ങൾ തടയുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ ഇപ്പോൾ ശക്തമായി സ്വീകരിച്ചു വരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെയും പോലീസിനെതിരെയും ഭീഷണി മുഴക്കി ഒളിവിൽ കഴിഞ്ഞിരുന്ന അർജുനായങ്കി റീൽസുകളിലിട്ടും പോലീസിനെ വെല്ലുവിളിച്ചും വലിയ ഭീഷണിയായി അർജുനായങ്കി മാറിയപ്പോൾ പോലീസ് ഒന്നുറപ്പിച്ചു: മണിക്കൂറുകൾക്കുള്ളിൽ അവനെ പൊക്കി ജയിലിലിടുമെന്ന്. ഓഗസ്റ്റ് 8-ന് പ്രത്യേക ഡ്രൈവിന് തുടക്കമിട്ടു. തുടർന്ന് 48 മണിക്കൂറിനുള്ളിൽ പ്രതിയെ വലയിലാക്കി. അതിനുശേഷം അർജുനായങ്കിക്ക് ജയ് വിളിച്ച ഗുണ്ടകളെ തേടിയായിരുന്നു പോലീസ് ആദ്യം കളത്തിലിറങ്ങിയത്. അർജുനായങ്കിയുടെ അറസ്റ്റോടെ നടപടികൾ അവസാനിപ്പിക്കാതെ പോലീസ് പിന്നീട് കുതിച്ചു പാഞ്ഞു. സംസ്ഥാനത്തെ ഗുണ്ട ക്രിമിനൽ മാഫിയകളെ പൂർണ്ണമായി അമർച്ച ചെയ്യുമെന്ന പ്രഖ്യാപനമായിരുന്നു അത്. ഇക്കഴിഞ്ഞ ദിവസം കുപ്രസിദ്ധ ഗുണ്ട മരട് അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 വർഷത്തേക്കാണ് അനീഷിനെ കരുതൽ തടങ്കലിലാക്കിയത്. അനീഷിനെ പിടികൂടിയതിനൊപ്പം സ്ഥിരമായി കുറ്റകൃത്യങ്ങളിൽ പങ്കെടുക്കുന്ന 20 പേരെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ അയച്ചു. 18 പേർക്കെതിരെ ജില്ലകളിൽ നിന്ന് നാടുകടത്തൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. ശക്തമായ പരിശോധനകളിലൂടെ പോലീസ് വിവിധ കേസുകളിൽ പിടികിട്ടാപ്പുള്ളികളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന 158 പേരെ പിടികൂടി. ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ജാമ്യത്തിലിറങ്ങി വ്യവസ്ഥകൾ ലംഘിച്ച 47 പേർക്കെതിരെ കോടതികളിൽ റിപ്പോർട്ട് നൽകിയ പോലീസ് ഇതിൽ 2 പേരുടെ ജാമ്യം റദ്ദാക്കി. സ്ഥിരം കുറ്റവാളികളെയും മുങ്ങി നടക്കുന്ന പ്രതികളെയും ഞെരിച്ചു പിടിക്കുകയാണ് ഇപ്പോൾ പോലീസിന്റെ ലക്ഷ്യം. കോട്ടയം ജില്ലയിലുള്ള 30 സ്ഥിരം കുറ്റവാളികൾക്കായി 30 പോലീസുകാരെ പ്രത്യേകം നിയോഗിച്ചു. ഈ സാമൂഹിക വിരുദ്ധരെ 2 ദിവസം കൂടുമ്പോൾ പോലീസ് നേരിട്ടെത്തി ശാരീരിക പരിശോധന നടത്തും. ഇവരുടെ വീട്, യാത്ര, ബാങ്ക് അക്കൗണ്ട്, കാണാനെത്തുന്നവർ എന്നിവ ശക്തമായി പോലീസ് സംഘം പരിശോധിക്കുന്നു. 10 ദിവസങ്ങളിൽ ഒരിക്കൽ ഈ കുറ്റവാളികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. സൈബർ പോലീസുമായി ചേർന്ന് ഇവരുടെ ഫോൺ വിളികൾ പരിശോധിക്കും. ലൊക്കേഷൻ വിവരങ്ങൾ പൂർണ്ണമായി ശേഖരിക്കും. വിവിധ കേസുകളിൽ ജാമ്യത്തിലിറങ്ങിയിരിക്കുന്നവരോട് അതത് സ്റ്റേഷൻ പരിധികളിൽ നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം പോലീസ് നൽകി. പോലീസിനെ കബളിപ്പിക്കാൻ പുതിയ ഫോൺ നമ്പർ ഉപയോഗിക്കുന്നുണ്ടോ എന്നതിലും കർശന പരിശോധന. സ്പെഷ്യൽ ബ്രാഞ്ച് സ്ഥിരം കുറ്റവാളികളുടെ പ്രവർത്തനം പരിശോധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവ് നൽകി. ഗുണ്ടാവേട്ടയ്ക്കായുള്ള കേരള പോലീസിന്റെ ഓപ്പറേഷൻ ഗ്രിപ്പ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഇതുവരെ 600-ലേറെ പേർ അറസ്റ്റിലായി. ലഹരിക്കടത്ത്, നഗരങ്ങളിലെ സ്ഥിരം കുറ്റവാളികളുടെ സാന്നിധ്യം, ക്രമസമാധാന ലംഘനങ്ങൾ എന്നിവ തടയുന്നതിനായി നടപ്പിലാക്കി വരുന്ന പ്രത്യേക പരിശോധനാ നടപടിയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ്. കാപ്പ നിയമപ്രകാരം നടപടി നേരിട്ടവർ, ജാമ്യത്തിലിറങ്ങി വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർ, സ്ഥിരം റൗഡികൾ,
കോടതികളിൽ നിന്ന് വാറന്റ് പുറപ്പെടുവിച്ചിട്ടും ഒളിവിൽ കഴിയുന്ന പ്രതികൾ ഇവരെ കണ്ടെത്തുകയാണ് പോലീസിന്റെ പ്രത്യേക ദൗത്യം. ഗുണ്ടകളെ അടപടലം പൂട്ടുമെന്നാണ് ഇപ്പോൾ പോലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗുണ്ടകളുടെ പട്ടിക തയ്യാറാക്കിയതിന് പിന്നാലെ അവരെ കർശനമായി നിരീക്ഷിക്കാൻ ആരംഭിച്ചതോടെ പലരും പൊറുതിമുട്ടിയ നിലയിലാണ്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഗുണ്ടകളെ നിരീക്ഷിക്കാൻ ഇപ്പോൾ പ്രത്യേക ടീമിനെ നിയോഗിച്ചു. ഗുണ്ടകളുടെ ഗ്രേഡ് അനുസരിച്ച് അവരുടെ ക്രിമിനൽ രീതിയും സ്വഭാവവും നോക്കി തരം തിരിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഗുണ്ടാ സംഘങ്ങൾ ഒത്തുചേർന്നുള്ള ആഘോഷവും ഇത് റീലുകളാക്കി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതും പതിവായിരുന്നു. വീരാരാധന സൃഷ്ടിക്കുകയാണ് അവരുടെ ലക്ഷ്യം. പോലീസിന്റെയും അന്വേഷണ സംഘത്തിന്റെയും കണ്ണുവെട്ടിക്കാൻ ടെലിഗ്രാം പോലുള്ള സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് ഗുണ്ടകൾ ആശയവിനിമയം നടത്തുന്നത്. ക്രമസമാധാന ചുമതലയുള്ള DGP P. വിജയന്റെ നേതൃത്വം ഇപ്പോൾ കേരള പോലീസിന് കൂടുതൽ കരുത്ത് പകരുന്നു. കൊട്ടേഷൻ ഗുണ്ടകൾ, തെരുവ് ഗുണ്ടകൾ, റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയ ഗുണ്ടകൾ, ലഹരി മാഫിയ, സ്ഥിരം കുറ്റവാളികൾ എന്നിങ്ങനെ ഗുണ്ടാ പട്ടിക തരം തിരിച്ച് തയ്യാറാക്കിയിരിക്കുന്നു. പോലീസിന്റെ പട്ടികയിൽപ്പെട്ട ഗുണ്ടകൾ പുതിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ ഉടൻ നടപടി. ഗുണ്ടാ നിയമമോ കാപ്പയോ ചുമത്തി ജയിലിലടയ്ക്കാനാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ കർശന നിർദ്ദേശം. ഗുണ്ടായിസം നിർത്തിയവരെ കണ്ടെത്തി ഭാരതീയ ന്യായ സംഹിത പ്രകാരം നല്ല നടപ്പിനയക്കും. ഇക്കാലയളവിൽ ഏറ്റവും കൂടുതൽ ഗുണ്ടകൾ അറസ്റ്റിലായത് കോഴിക്കോട് ജില്ലയിൽ 139 ഗുണ്ടകൾ. എറണാകുളം സിറ്റിയിൽ നിന്ന് 22 ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തു. മലപ്പുറത്ത് നിന്ന് 18 പേരെ. പോലീസ് കർശന നിരീക്ഷണത്തിലാക്കിയവർ തിരുവനന്തപുരം റൂറൽ 1776, കോട്ടയം 1049, ആലപ്പുഴ 912, തിരുവനന്തപുരം സിറ്റി 754. ഇച്ഛാശക്തിയുള്ള ഒരു പോലീസ് കളത്തിലിറങ്ങിയാൽ ഒരു ഗുണ്ടയും പിന്നീട് തലപൊക്കില്ല. അത് നമുക്ക് ചരിത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയൻ എന്ന നട്ടെല്ലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് മുന്നിൽ ഇനിയും ഗുണ്ടകളുടെ മുട്ടുവിറയ്ക്കും. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വർദ്ധിത ആവേശത്തിലാണ്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ സർക്കാർ ഗുണ്ടകൾക്ക് മുന്നിൽ പലപ്പോഴും മുട്ടുവിറച്ചു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഗുണ്ടകളുടെ കൂട്ടയാക്രമണവും ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പകയുമൊക്കെ അക്കാലത്ത് കേരളത്തിൽ സ്ഥിരം സംഭവങ്ങളായിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ ഗ്രിപ്പിലൂടെ ഗുണ്ടകളെ പൂട്ടാൻ കടുത്ത തീരുമാനത്തിലെത്തി. ഓപ്പറേഷൻ തൂഫാൻ ലഹരി മാഫിയക്കെതിരെയുള്ള തുടക്കമായിരുന്നു. ഇതോടെ ഗുണ്ടകളുടെ വരുമാന സ്രോതസ് അടഞ്ഞു. അതിന് പിന്നാലെ അവരെ ഓപ്പറേഷൻ ഗ്രിപ്പിലൂടെ തൂക്കിയെടുക്കാൻ തുടങ്ങിയതോടെ പലരും പേടിച്ച് മാളത്തിൽ ഒളിച്ചു. ഈ ഓണക്കാലം ഗുണ്ടകളുടെ ആക്രമണങ്ങളിൽ നിന്നും ഗുണ്ടകളുടെ ഭീഷണികളിൽ നിന്നും കേരളം മോചിതമാകുന്ന ഒരു കാലഘട്ടമാകട്ടെ. അതുതന്നെയാണ് ഓപ്പറേഷൻ ഗ്രിപ്പിൻ്റെ ഏറ്റവും ശക്തമായ തലവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.